വെൽക്കം ടു ദ വീഡിയോ. ഈ വീഡിയോയിലെ ഫോർമേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് ടോപ്പിക്. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. യു ആർ പ്ലേയിങ്, ഇതൊരു പോസിറ്റീവ് സെന്റൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസിലുള്ള ഒരു പോസിറ്റീവ് സെന്റൻസ് ആണ്. യു ആർ പ്ലേയിങ്, നീ കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സെന്റൻസിനെ ക്വസ്റ്റ്യൻസ് ആക്കണം. യെസ് ഓർ നോ ക്വസ്റ്റ്യനും ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യനും WH ക്വസ്റ്റ്യനും. ആർ യു പ്ലേയിങ്, ഇതാണ് അതിൻ്റെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യനിൽ WH വേർഡ് ഉണ്ടാവില്ല. വാട്ട് ആർ യു പ്ലേയിങ്, നീ എന്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊരു WH ക്വസ്റ്റ്യൻ ആണ്. യു ആർ പ്ലേയിങ് എന്നുള്ള ഈ സെന്റൻസിനെ വളരെ ഈസിയായി യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആക്കിയിരിക്കുന്നു. ആർ എന്നുള്ള വെർബിനെ എടുത്ത് ഫസ്റ്റ് എഴുതുകയും അതിനുശേഷം സബ്ജക്റ്റിന് എഴുതി മെയിൻ വെർബ് എഴുതുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഇത്രയേ ഉള്ളൂ. ഇനി ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ വേർഡ് ഉള്ള ക്വസ്റ്റ്യനുകളൊക്കെ എന്താണ്, ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുക. WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസിന് പറയുന്നത് ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻസ്. അവിടെ നമുക്ക് യെസ് ഓർ നോ എന്ന് മാത്രം അറിഞ്ഞാൽ പോരാ. വാട്ട് ആർ യു പ്ലേയിങ്, നീ എന്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, അതറിയണം. എന്ത് കളിയാണ് നീ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ WH വേർഡ് ഫസ്റ്റ് എഴുതുക, അതിനുശേഷം ഹെൽപ്പിംഗ് വെർബ്, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം മെയിൻ വെർബ്. വ്യക്തമായി മനസ്സിലാക്കാം. പോസിറ്റീവ് സെന്റൻസ്, സബ്ജക്റ്റ് പ്ലസ് വെർബ്. സാധാരണ സെന്റൻസുകളിലെല്ലാം തന്നെ സബ്ജക്റ്റിന് ശേഷമാണ് വെർബ് വരിക. ആ പോയിന്റ് ഓർമ്മിക്കുക. ദാറ്റ് സീറ്റ് ഈസ് ഫ്രീ, ആ സീറ്റ് ഫ്രീ ആണ്. ദാറ്റ് സീറ്റ് എന്നുള്ളതാണ് സബ്ജക്റ്റ്, ഈസ് എന്നുള്ളത് വെർബാണ്, ഫ്രീ എന്നുള്ളത് അനദർ ഇൻഫോർമേഷൻ. ദാറ്റ് ആ സീറ്റ് ഫ്രീ ആണ്. യു ഹാവ് ഗോട്ട് എ ഗിഫ്റ്റ്, നിനക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഹാവ് ഗോട്ട് എന്ന് കാണിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ്. റീത്ത ക്യാൻ സ്വിം, റീത്തയ്ക്ക് നീന്താൻ കഴിയും എന്നുള്ളത് ഒരു സെന്റൻസ്. ഇതൊക്കെ പോസിറ്റീവ് സെന്റൻസുകളാണ്, നെഗറ്റീവും കൂടിയല്ല, പോസിറ്റീവ്. സീമ ഹാസ് ഗോൺ, സീമ പോയിട്ടുണ്ട്, സീമ പോയി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെയൊക്കെ എങ്ങനെ നമുക്കൊരു ക്വസ്റ്റ്യൻ ആക്കാം. ദാറ്റ് സീറ്റ് ഈസ് ഫ്രീ എന്നുള്ളതിനെ ഈസ് എന്നുള്ള വെർബിന്, ഹെൽപ്പിംഗ് വെർബിനെ ഫസ്റ്റ് എടുത്ത് എഴുതുക. ഈസ് ദാറ്റ് സീറ്റ് ഫ്രീ, ആ സീറ്റ് ഫ്രീ ആണോ. വളരെ ഈസിയാക്കി മാറ്റിയിരിക്കുന്നു. വെർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് എഴുതുക. അതാണ് ക്വസ്റ്റ്യൻസിന്റെ സ്ട്രക്ചർ, ഇന്ററോഗേറ്റീവ് സെന്റൻസിന്റെ സ്ട്രക്ചർ. യു ഹാവ് ഗോട്ട് എ ഗിഫ്റ്റ് എന്നുള്ളത് ഹാവ് എന്നുള്ള ഹെൽപ്പിംഗ് വെർബിനെ എടുത്ത് ഫസ്റ്റ് എഴുതുക, അതിനുശേഷം യു എന്ന് എഴുതുക. ഹാവ് യു ഗോട്ട് എ ഗിഫ്റ്റ്, നിനക്കൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ. ഹാവ് യു ഗോട്ട് എ ഗിഫ്റ്റ്, ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. കാരണം WH ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല. റീത്ത ക്യാൻ സ്വിം, ഇത് വളരെ വളരെ ഈസി ആക്കി മാറ്റാം. ക്യാൻ റീത്ത സ്വിം, റീത്തയ്ക്ക് നീന്താൻ കഴിയുമോ. സീമ ഹാസ് ഗോൺ, സീമ പോയി എന്ന് പറയുന്ന ഈ സെന്റൻസ് ഒരു ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. വെർ ഹാസ് സീമ ഗോൺ, അവിടെ ഒരു ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, അതായത് WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ടുള്ളത്. വെർ ഹാസ് സീമ ഗോൺ, സീമ എവിടേക്കാണ് പോയത്. അപ്പൊ അവിടെ WH ക്വസ്റ്റ്യൻ വേർഡ് ഫസ്റ്റ് എഴുതുക, അതിന് ശേഷം ഹാസ് എഴുതുക, അതിന് ശേഷം സീമ എന്നുള്ള സബ്ജക്റ്റ്, അതിനുശേഷം മെയിൻ വെർബ്. അപ്പൊ ഇവിടെ ഈ ഒരു സ്ട്രക്ചർ ഓർമ്മിച്ച് വെക്കുക. ഹെൽപ്പിംഗ് വെർബ് പ്ലസ് സബ്ജക്ട് പ്ലസ് മെയിൻ വെർബ്. അതായത് ഹെൽപ്പിംഗ് വെർബിന്റെയും മെയിൻ വെർബിന്റെയും ഇടയിലാണ് സബ്ജക്റ്റ് വരിക ക്വസ്റ്റ്യനുകളിൽ. അത് വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻസ് വിത്ത് ഡു, ഡസ്, ഡിഡ്. പോസിറ്റീവ് സെന്റൻസ്, they study hard. സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പോസിറ്റീവ് സെന്റൻസുകളിൽ ഓക്സിലറി വെർബ് ഇല്ല, മെയിൻ വെർബ് തന്നെയാണ് ഫൈനൈറ്റ് വെർബായി നിൽക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യനുകളിൽ ഓക്സിലറി വെർബ് വേണം. അപ്പൊ ഇവിടെ ഉപയോഗിക്കപ്പെടുന്നതാണ് ഡു, ഡസ്, ഡിഡ്, ഇതിലേതെങ്കിലും ഒന്ന്. they study hard, അവർ വളരെ നന്നായി പഠിച്ചിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഇതൊരു ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ ഡു ചേർക്കണം. ദേ എന്നായതുകൊണ്ട് ഡു. ഹി, ഷീ, ഇറ്റ് ഒക്കെ ആണെങ്കിൽ ഡസ്. ദേ, വി, യു ഒക്കെ ആണെങ്കിൽ ഡു. ഡു ദേ സ്റ്റഡി ഹാർഡ്,
അവ നന്നായി പഠിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഹി ഗെറ്റ്സ് അപ്പ് ഏർലി, അവൻ നേരത്തെ എഴുന്നേൽക്കുന്നു. അപ്പൊ ഇതൊരു WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുന്നു. വാട്ട് ടൈം ഡസ് ഹി ഗെറ്റ് അപ്പ്, ഏത് സമയത്താണ് അവൻ എഴുന്നേൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. ടൈം എപ്പോഴാണെന്ന് ഇൻഫോർമേഷൻ അറിയണം നമുക്ക്. വാട്ട് ടൈം കഴിഞ്ഞിട്ട് ഡസ് എന്ന് ചേർത്തിരിക്കുന്നു, കാരണം ഹി ആണ് സബ്ജക്റ്റ് എന്നുള്ളത് കൊണ്ട്. വാട്ട് ടൈം ഡസ് ഹി ഗെറ്റ് അപ്പ്, ഐ ഹാഡ് ഡിന്നർ, ഞാൻ ഡിന്നർ കഴിച്ചു എന്നാ പറയണം. അപ്പൊ ഇതിനൊരു ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ WH ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചതാണ്. വാട്ട് ഡിഡ് യു ഹാവ് ഫോർ ഡിന്നർ, നിനക്ക് എന്തായിരുന്നു ഡിന്നറിന് ആഹാരം എന്നാ ചോദ്യം. വാട്ട് ഡിഡ് യു ഹാവ്, അവിടെ ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നത് കൊണ്ടാണ് ഹാവ് എന്നായി മാറിയത്. ഇവിടെ സെന്റൻസ് ഐ ഹാഡ് ഡിന്നർ എന്നാണ്, അത് പാസ്റ്റ് ടെൻസ് ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ ഡിഡ് എന്നുള്ള ഓക്സിലറി വെർബ് ഉള്ളത് കൊണ്ട് ഹാവ് എന്ന് എഴുതാം. മെയിൻ വെർബ് ബേസ് ഫോമില്. ഷീ വർക്ക്ഡ് ഹാർഡ്, അവൾ ഹാർഡായി നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഡിഡ് ഷീ വർക്ക് ഹാർഡ്, ഡിഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിനെ കാണിക്കുന്നു, കാരണം സെന്റൻസ് വർക്ക്ഡ് എന്നുള്ളത് പാസ്റ്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് ആ പോസിറ്റീവ് സെന്റൻസ്. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യനിൽ ഡിഡ് ഷീ വർക്ക് ഹാർഡ് എന്നാണ് വന്നത്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കുക. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ WH ക്വസ്റ്റ്യൻ വേർഡുകൾ വാട്ട്, വെൻ, വേർ, വൈ, ഹൂ എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ വേർഡുകൾ ഉപയോഗിക്കുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് ഹെൽപ്പിംഗ് വെർബ്, അതിനുശേഷം സബ്ജക്റ്റ്, അതിനുശേഷം മെയിൻ വെർബ്, പിന്നെ ക്വസ്റ്റ്യൻ മാർക്ക് വിടണം. എന്താണ് അഡീഷണൽ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് അറിയേണ്ടത്, അത് ചേർത്തുകൊണ്ട് ക്വസ്റ്റ്യൻ മാർക്ക്. വർക്കിംഗ് രാഹുൽ ഈസ് ടുഡേ, ഈ കോമ്പിനേഷൻ ഒരു ക്വസ്റ്റ്യൻ ആക്കുക, കറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആക്കുക. ഫോം എ കറക്റ്റ് ക്വസ്റ്റ്യൻ. വർക്ക്, അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ഏതാ ഫസ്റ്റ് വരിക, ഈസ്, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് മെയിൻ വെർബ്, അത് കഴിഞ്ഞിട്ട് എന്താ ഇൻഫോർമേഷൻ ടുഡേ. ഈസ് രാഹുൽ വർക്കിംഗ് ടുഡേ, കാരണം ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ്. അപ്പൊ ക്വസ്റ്റ്യനിൽ എപ്പോഴും വെർബാണ് ഫസ്റ്റ് വരിക. ഈസ് രാഹുൽ വർക്കിംഗ് ടുഡേ, ഇന്ന് രാഹുൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. ദ ചിൽഡ്രൻ വാട്ട് ആർ ഡൂയിങ്, ഇതിന് കറക്റ്റ് ഫോം ആയിട്ടുള്ള ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആക്കണം. എന്താണ് തുടങ്ങുക, ഇൻട്രോഗേറ്റീവ് സെന്റൻസുകളിൽ എപ്പോഴും ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അതാണ് ആദ്യം തുടങ്ങേണ്ടത്. വാട്ട്, അതിനുശേഷം ഹെൽപ്പിംഗ് വെർബ് ഏതാണ്, ആർ, അതിനുശേഷം സബ്ജക്റ്റ് ഏതാണ്, ചിൽഡ്രൻ. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്, വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്, എന്താണ് ചിൽഡ്രൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട് ആർ ദ ചിൽഡ്രൻ ഡൂയിങ്. ഹാസ് ഗോൺ വേർ ഡേവിഡ്, ഇവിടെ ഒരു ഇൻട്രോഗേറ്റീവ് സെന്റൻസ് ആക്കുക. ഇതിന് കറക്റ്റ് ഇൻട്രോഗേറ്റീവ് സെന്റൻസ്. എന്താണ് ഫസ്റ്റ് തുടങ്ങേണ്ടത്, ക്വസ്റ്റ്യൻ വേർഡ് ഉള്ളത് കൊണ്ട് ക്വസ്റ്റ്യൻ വേർഡ് തുടങ്ങണം. വേർ, അത് കഴിഞ്ഞിട്ട് ഹെൽപ്പിംഗ് വെർബ് ഏതാണ്, ഹാസ്, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് ഡേവിഡ്. വേർ ഹാസ് ഡേവിഡ് ഗോൺ, ഡേവിഡ് എവിടേക്കാണ് പോയത് എന്നാണ് ചോദിക്കുന്നത്. ടു വർക്ക് ബീന, വൈ ഗോ ഡിഡ് നോട്ട്, ഇതൊന്നും എന്താ മനസ്സിലായത്, ഡിഡ് നോട്ട് എന്ന് പറഞ്ഞാൽ അവൾ ജോലിക്ക് പോയിട്ടില്ല. അപ്പൊ അത് എന്താണെന്ന് ഇൻഫോർമേഷൻ ക്വസ്റ്റ്യൻ ആണ്. വൈ എന്നുള്ളതുണ്ട് അവിടെ. അപ്പൊ ഇവിടെ എന്താ വരിക, ഫസ്റ്റ് വൈ, അത് കഴിഞ്ഞിട്ട് ഹെൽപ്പിംഗ് വെർബ് ഡിഡ് ആണ്, അത് നെഗറ്റീവ് ആണ്. വൈ ഡിഡിൻഡ് ബീന ഗോ ടു വർക്ക്, വൈ ഡിഡിൻഡ് ബീന ഗോ ടു വർക്ക്. ഇങ്ങനെ ക്വസ്റ്റ്യനുകൾ എഴുതി മനസ്സിലാക്കുക. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം, ഈസി ആയിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും ചെയ്യാം മറ്റുള്ളവരോട്.